ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴം കൊണ്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഐറ്റം. ഈ ഒരു സ്നാക്കിനായിട്ട് നമ്മൾ നല്ലതുപോലെ പഴുത്ത ഏത്തപ്പഴമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പാൻ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് നല്ലതുപോലെ പഴുത്ത പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയും ഒരു 1/4 കപ്പോളം പാലുമാണ് കേട്ടോ. ഇനി ഇത് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആഡ് ചെയ്യുന്നത് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴമാണ് കേട്ടോ. ആദ്യം അത് മാത്രം ഇട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ ആ പഴം ഒന്ന് അരഞ്ഞ് കിട്ടും. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആ എഗ്ഗാണ് കേട്ടോ. എഗ്ഗ് ആഡ് ചെയ്ത ശേഷം ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 ടീസ്പൂണോളം പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 കപ്പ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലും 1/4 കപ്പോളം തന്നെ മൈദയും 1 ടീസ്പൂണോളം വാനില എസൻസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്ക പൊടിച്ചതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ഇതുപോലെ ഫൈനായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനേ. നമ്മുടെ ആ ഒരു ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി വരും കേട്ടോ. ഇത് ഒരുപാട് നേരമൊന്നും നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ മധുരമൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് മധുരം ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 1 ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു മാവിലേക്ക്. പിന്നെ നമ്മൾ ഇതിലേക്കായിട്ട് കുറച്ച് കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ദോശത്തവ വെച്ച് കൊടുക്കുന്നുണ്ട്. തവയൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ ഒഴിച്ച് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമ്മൾ അതിന് മുകളിലേക്ക് ആ ഒരു ചെറിയ പാകമായിട്ട് വരുമ്പോഴേക്കും നമ്മൾ മുന്തിരിയും കാഷ്യൂനട്ടും ഒക്കെ ഒന്ന് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ 2 സൈഡും നല്ലതുപോലെ വെന്ത ശേഷം മാത്രം നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് മുഴുവനായിട്ടും പാൻ കേക്ക് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 പാൻ കേക്കുകളാണ് കേട്ടോ അറ്റ് എ ടൈം നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് കുക്കായ ശേഷം നമുക്ക് കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. മുന്തിരിയൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും കാണാൻ തന്നെ നമ്മുടെ പാൻ കേക്ക് ഒരു ഭംഗിയാട്ടോ. അങ്ങനെ 2 പാൻ കേക്കുകളും കൂടി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പല ഷേപ്സിലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഷേപ്സിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാനിവിടെ 2 ഷേപ്സിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി നമ്മൾ കറക്റ്റ് ആ പാൻ കേക്കിൻ്റെ ഷേപ്പിലും ആക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബനാന പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേര സമയങ്ങളിൽ മാത്രമല്ല കേട്ടോ, കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പാൻ കേക്ക് തന്നെയാണ് കേട്ടോ. ഈ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാൻ കേക്കിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ഹണിയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും ആഡ് ചെയ്ത് കൊടുക്കരുത്, കുറച്ച് മാത്രം ഒന്ന് മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പാൻ കേക്കൊക്കെ കഴിക്കുമ്പോഴേക്കും ചെറിയൊരു ഹണിയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരുമ്പോഴേക്കും കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യുവേ. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് സ്നാക്ക് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.